ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അച്ചൂസ് കളക്ഷൻസ്. എല്ലാവർക്കും അച്ചൂസ് കളക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല കേട്ടോ, നേരെ മറിച്ചിട്ട് നമ്മളുടെ ഒരു അൺബോക്സിങ് തന്നെയാണ്. അപ്പോൾ അൺബോക്സിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അച്ചൂസ് കളക്ഷൻസിലെ പ്രൊഡക്റ്റും അല്ല, പിന്നെ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൊബൈൽ അൺബോക്സിങ് ആണ്. എനിക്കിതുവരെ മൊബൈൽ അൺബോക്സിങ് ചെയ്തിട്ടുള്ള ശീലമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പം എത്രത്തോളം വിജയിക്കും എന്നൊന്നും അറിയില്ല, കാരണം മൊബൈലിനെ കുറിച്ചിട്ട് വലിയ പിടി കാര്യങ്ങളൊന്നുമില്ല, ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ അതിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും കയ്യിൽ കിട്ടിയപ്പോൾ തോന്നി ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ ആദ്യത്തെ ശ്രമമാണ്, അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല, വല്ല തെറ്റും ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കാം കേട്ടോ. അപ്പോൾ മൊബൈൽ അൺബോക്സിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ പെട്ടെന്നൊരു മൊബൈൽ മേടിക്കാനുണ്ടായ സാഹചര്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഈ മൊബൈൽ മേടിച്ചിരിക്കുന്നത് എനിക്കല്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുള്ളത്. അമ്മയുടെ കയ്യിലുള്ള ഫോണ് ഒരു നോക്കിയയുടെ സെറ്റായിരുന്നു. അപ്പോൾ അത് നോക്കിയയുടെ അമ്മയുടെ ടച്ച് ഫോൺ തന്നെയായിരുന്നു. അപ്പോൾ അത് കേട് വന്നിട്ട് കുറച്ചായി. അപ്പം നമ്മളുടെ അതന്നെ വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ അത് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മൊബൈൽ ഫോണിൻ്റെ അതിലേക്ക് ഇറങ്ങിയത്. പിന്നെ നമ്മളുടെ ഇപ്പോൾ കൊറോണ കാലം ആയതുകൊണ്ട് ക്യാഷും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്, അതായത് എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെയും തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് നമ്മളിപ്പോൾ അമ്മയ്ക്ക് മൊബൈൽ വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ച് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച ഫോണാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ്, ഞാൻ ഏത് ഫോണാണ് വാങ്ങിച്ചത്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് വീഡിയോയിലൂടെ കാണാം. ഇനി നമുക്ക് നമ്മളുടെ മൊബൈലൊന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കവറിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉള്ള നല്ല കളക്ഷൻസൊക്കെ ഉള്ള ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ട്. ആ ഷോപ്പിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള മൊബൈലൊന്ന് കാണാം കേട്ടോ. അപ്പോൾ മൊബൈൽ ഇതാണ് നമ്മളുടെ മൊബൈൽ. വിവോൻ്റെ V91 എന്ന് പറയുന്ന മൊബൈലാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ്, മൊബൈലിൻ്റെ കൂടെ എന്തൊക്കെയാണ്, മൊബൈൽ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് വരുന്നത്. VivoY91 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. 32 GB ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബാറ്ററി പവറൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളുടെ ഇതിൻ്റെ ബോക്സ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. വിവോൻ്റെ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വിവോനെ കുറിച്ചിട്ടുള്ള മൊത്തമായിട്ടുള്ള വിവരങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിഗ് ബാറ്ററി കൺട്രോൾ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 13 MP റിയർ ക്യാമറ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് വിവോ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതെന്ന് പറയുമ്പോൾ ഫ്യൂഷൻ ബ്ലാക്കിൽ വരുന്ന മോഡലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 GB + 32 GB ആണ് നമ്മളുടെ ഇതിലുള്ള സ്റ്റോറേജ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ സൈസ് എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ സൈസ് 15.80 cm ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സിനകത്താണ് നമ്മളുടെ ക്യാമറ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോക്സ് തുറന്നിട്ട് എങ്ങനെയൊക്കെയാണ് ഇതിൽ പ്രൊഡക്റ്റ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ മൊബൈലിൻ്റെ പുറം വശമൊക്കെ നമ്മൾ കൃത്യമായി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മൊബൈൽ തുറന്നിട്ട് ഉള്ളിൽ എങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ മൊബൈൽ തുറന്നാൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളുടെ മൊബൈൽ ആദ്യം കൊടുത്തിട്ടുണ്ട്. മൊബൈൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു പൗച്ചിലാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ വരുന്നത് ഇങ്ങനെ ഒരു പാഡാണ് വരുന്നത്. പാഡൊന്നും കയ്യിലേക്ക് പോരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിൽ ഇങ്ങനെ ഒരു ഫോൺ കവറും പിന്നെ അതിൻ്റെ ഒരു ബുക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒരു പിന്ന് കൊടുത്തിട്ടുണ്ട്.
ഒരു പിന്നും ഇതേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പൗച്ചിൽ, ഈ ഒരു പൗച്ചിൽ വന്നിട്ടുള്ള മൊബൈലിൻ്റെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ വന്നിട്ടുള്ളത് ഇതേപോലത്തെ ഒരു കാർഡാണ്. പിന്നെ നമുക്കിതേ നമ്മുടെ ചാർജർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ അതേ ബോക്സ് കാലിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബോക്സിൽ ഇത്രയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി മൊബൈലൊന്ന് നോക്കി നോക്കാം. നമുക്കിതേ മൊബൈലൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. മൊബൈൽ എടുത്തിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ മൊബൈൽ വരുന്നത്. ഇവിടെ കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ കിട്ടിയ ആകാംക്ഷയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുള്ളത്. പിന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ബാക്ക് വരുന്നത് ഇതിൻ്റെ കളറിന് പറയാം നമ്മൾ ഫ്യൂഷൻ ബ്ലാക്ക് എന്നാണ് പറയുക. അപ്പോൾ ഒരു ബ്ലൂവും ബ്ലാക്കും കൂടി കലർന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട് അല്ലേ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളിപ്പോൾ കയ്യിൽ പിടിക്കുകയാണെങ്കിലും നല്ല കംഫർട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നല്ല സുഖമായിട്ട് പിടിക്കാനും എല്ലാം തോന്നുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, നല്ലൊരു സ്ക്രീനാണ് നമുക്ക് വന്നിട്ടുള്ളത്. നല്ലൊരു ഭംഗിയുള്ളൊരു സ്ക്രീനാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം കണ്ടോ, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ക്രീൻ തന്നെയാണ്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ കിട്ടിയപ്പോൾ തന്നെ നമ്മളിതിലൊക്കെ നമ്മൾ കടയിൽ നിന്ന് തന്നെ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. വാട്സപ്പും FB ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. FB ഒന്നും ഉപയോഗിക്കാറില്ല, പക്ഷെ വാട്സപ്പൊക്കെ നമ്മളിതിൽ സെറ്റായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇതിൽ സെറ്റാക്കിയിട്ടുണ്ട്. നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാം നല്ല ക്ലാരിറ്റിയും എല്ലാം നല്ല ക്ലാരിറ്റിയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിൽ ചെറിയ കുറച്ച് ഓപ്ഷൻസ് നോക്കി നോക്കാം. നമുക്ക് ആദ്യം മ്യൂസിക് നോക്കാം. അതായത് എത്രമാത്രം സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതിനകത്ത് തന്നെയുള്ള, നമ്മൾ വേറെ മ്യൂസിക്കൊന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് തന്നെയുള്ള മ്യൂസിക്കാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ മ്യൂസിക് പോകുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മെയിനായിട്ടുള്ള സംഭവം ഫോട്ടോ എടുത്താൽ എത്ര ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാനിതേ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നോക്കാം. ഞാനതൊരു ഫോട്ടോ എടുക്കാൻ പോവാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും, നല്ല ക്ലാരിറ്റി തന്നെ കിട്ടിയിട്ടുണ്ട് ഫോട്ടോസ്. അപ്പോൾ ഫോട്ടോയ്ക്ക് നല്ല ക്ലാരിറ്റിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇതിൽ കാണിച്ചു തന്നു, നമുക്ക് അത്യാവശ്യം വേണ്ട സർവീസുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള എല്ലാ ആപ്പുകളും നമ്മളിപ്പോൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ്. എനിക്കിതിൻ്റെ കളറൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണ് ഇതിൻ്റെ ബാക്ക് തന്നെ പിന്നെയും നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ നല്ലൊരു ഫോണായിട്ട് എനിക്ക് തോന്നി. Vivo Y91 നല്ലൊരു ഫോണായിട്ട് തോന്നി. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഇതിൻ്റെ കൂടെ വന്ന പൗച്ച് ഒന്നിട്ട് നോക്കാം കേട്ടോ. ബാക്ക് പൗച്ച് ഒന്നിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് ബാക്ക് പൗച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബാക്ക് പൗച്ചൊക്കെ നല്ല സ്യൂട്ടബിൾ ആവുന്ന ബാക്ക് പൗച്ചാണ്. കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ ബാക്ക് പൗച്ച് ഇട്ടപ്പോഴും കാണാനൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ബാക്ക് പൗച്ച് ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ Vivo Y91 ഫോൺ വരുന്നത്. അപ്പോൾ നമ്മളുടെ Vivo Y91 മൊബൈലിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കിതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മൊബൈൽ അൺബോക്സിംഗ് ഒന്നും അത്രത്തോളം അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിതിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. പിന്നെ നമുക്കൊരു കാര്യം കിട്ടിയാലാണല്ലോ അതിൽ നിന്ന് ഓരോന്ന് ചെയ്ത് പഠിക്കാം. അങ്ങനെ ചെയ്ത് പഠിച്ചിട്ട് ഇനി അതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത്, ഇനി അതുകൊണ്ടുള്ള നമ്മളുടെ Vivo Y91ൻ്റെ കൂടുതൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വേറൊരു റിവ്യൂ ആയിട്ട് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ Vivo 91 ഞാനിപ്പോൾ ഇവിടെ ബാക്ക് പൗച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ലൊരു പൗച്ച് തന്നെയാണ് അതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഹെഡ്സെറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഹെഡ്സെറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളുടെ Vivo Y91 മൊബൈലിൻ്റെ
കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കിതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മൊബൈൽ അൺബോക്സിംഗ് ഒന്നും അത്രത്തോളം അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിതിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. പിന്നെ നമുക്കൊരു കാര്യം കിട്ടിയാലാണല്ലോ അതിൽ നിന്ന് ഓരോന്ന് ചെയ്ത് പഠിക്കാം. അങ്ങനെ ചെയ്ത് പഠിച്ചിട്ട് ഇനി അതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലായത്, ഇനി അതുകൊണ്ടുള്ള നമ്മളുടെ വിവോ Y91ൻ്റെ കൂടുതൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വേറൊരു റിവ്യൂ ആയിട്ട് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ VivoY91 ഞാനിപ്പോൾ ഇവിടെ ബാക്ക് പൗച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ലൊരു പൗച്ച് തന്നെയാണ് അതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിവോ Y91 മൊബൈൽ ഫോണിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്കും അത്രമാത്രമേ അറിയൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മൊബൈലിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ടൊന്നും അറിയില്ല. കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യണം എന്ന് തോന്നി, നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കൂടുതൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാലാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ് എന്തൊക്കെയാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നല്ലതാണോ ചീത്തതാണോ എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന ഏതെങ്കിലും വീഡിയോയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ വിവോ Y91 ഫോണിൻ്റെ കൂടെ നമുക്കൊരു ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. അത്യാവശ്യം നല്ലൊരു ഹെഡ്സെറ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഒരു ഹെഡ്സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇതാ നമ്മളുടെ ഫോണിനെ, നമ്മളുടെ ഫോണല്ല, അമ്മയുടെ ഫോണാണ്. അമ്മയുടെ ഫോണിന് അതേ ഒരു പൗച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടിയ പൗച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എനിക്ക് എന്തോ ഈ കളറും മൊബൈലൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. ആ ഫ്യൂഷൻ ബ്ലാക്ക് എന്ന് പറയുന്ന കളറും പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡിസ്പ്ലേ ആണെങ്കിലും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ നല്ല ഇതായിട്ട് തന്നെ, നല്ല ഡിസ്പ്ലേ ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കുക. ഞാൻ ഇന്ന് പറഞ്ഞ വിവോ 91ൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുകയുള്ളൂ.